ചില ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ അവർ നേരിടുന്ന പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിരാശ അവരെ ബാധിച്ചു എന്നുള്ളതാണ്. ചിറകടിച്ച് മുകളിലേക്ക് ഉയരുന്ന ഒരു പക്ഷി പെട്ടെന്ന് അതിൻ്റെ ചിറക് കുഴഞ്ഞ് നിലത്ത് വീഴുന്നത് പോലെയാണ് പിന്നീടുള്ള അവരുടെ ജീവിത വഴികൾ. എത്ര ഉയരണമെന്ന് വിചാരിച്ചാലും, എത്ര വിജയിക്കണമെന്ന് വിചാരിച്ച് പരിശ്രമിച്ചാലും നിരാശ എടുത്തു കളയാത്തിടത്തോളം കാലം, പുറന്തള്ളാത്തിടത്തോളം കാലം ഒരു കാരണവശാലും അവർക്ക് പിന്നീട് വിജയിക്കാൻ കഴിയില്ല. സമൂഹത്തിലെ എത്രയോ കരുത്തന്മാർ അങ്ങനെ വീണുപോയ ചരിത്രം നമുക്കറിയാം. നിരാശ നമ്മെ കീഴടക്കാതെ ഇന്നയോളം നമ്മെ നടത്തിയ ദൈവത്തിന് സകല മഹത്വം കരേറ്റുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കാൻ സാധ്യതയുള്ളത്, പ്രാർത്ഥിക്കുന്നയാളിന് നിരാശ ബാധിക്കില്ല, ഭക്തനായി ജീവിച്ചാൽ നിരാശ ബാധിക്കില്ല, ദൈവകൃപയിൽ നിന്നാൽ നിരാശയോടെ മുന്നോട്ട് പോകേണ്ട ആവശ്യം വരില്ല എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, അത് നമുക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായി നിന്ന ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ നേരിട്ട നിരാശ തന്നെ എത്രമാത്രം തളർത്തിയെന്നും പിന്നീട് തനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകാൻ ദൈവിക പദ്ധതി അവിടെ വെളിപ്പെട്ടതുമാണ് ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ സാഹചര്യത്തിൽ പോലും തൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ടെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുകയും ആ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദേശത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. താൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ താൻ ബലഹീനനായി പോയില്ല. തനിക്ക് എതിരെ നിന്ന 850 പ്രവാചകന്മാരെ, അതായത് ബാലിന്റെയും ഇസബേലിന്റെയും പ്രവാചകന്മാരെ, അവരുടെ വെല്ലുവിളിയുടെ മുമ്പിൽ പതറാതെ നിന്നുകൊണ്ട് താൻ സേവിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. നമ്മളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പതറിപ്പോകേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ ഏലിയാവ് പതറിയില്ല. തനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ടായിരുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം തീർച്ചയായും എല്ലാ പ്രതിസന്ധികളിലും എന്നോട് കൂടെ ഇരിക്കും എന്ന് മാത്രമല്ല, പ്രതിസന്ധിയിൽ ജയം നൽകുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടും എന്നും തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-18 അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശക്തനായ ഏലിയാവിന്റെ ധൈര്യത്തോടെയുള്ള പ്രഖ്യാപനവും തന്നോടുകൂടെ ദൈവമുണ്ടെന്നുള്ള തെളിയിച്ചു കൊടുക്കലുമായിരുന്നുവെങ്കിൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിരാശപ്പെടുന്ന ഒരു ഏലിയാവിനെയാണ് നാം കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദിവസങ്ങൾ ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിന്ന ഏലിയാവ് ഇവിടെ നിരാശപ്പെട്ടത് എന്നറിയുമോ? ഏലിയാവിലൂടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തി ഇനി ആവർത്തിക്കരുത് എന്ന തീരുമാനത്തോടെ തന്നെ ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ച ഇസബേലിന്റെ വാക്കുകൾ ഒരു വശത്ത്, തന്നിലൂടെ ഇനി വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാതെയുള്ള ഏലിയാവിന്റെ അവസ്ഥ രണ്ടാമത്തെ കാര്യം. വെല്ലുവിളിയുടെ മുമ്പിൽ ഇപ്പോൾ പതറിക്കൊണ്ട് ഏലിയാവ് പറയുകയാണ്, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അല്ല, അത് ശരിയാക്കി പറഞ്ഞാൽ, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന സമ്മതവും ഇവിടെ താൻ മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളായിട്ടാണ് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിരാശ അവരെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണെന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. തൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനി തനിക്ക് ചുവടുകൾ വെക്കാൻ കഴിയില്ല എന്ന ഒരു മിഥ്യാബോധം തന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ ചിന്തിക്കുന്നത്, മതി യഹോവേ, എനിക്ക് മരിച്ചാൽ മതി യഹോവേ എന്നുള്ള ഏറ്റുപറച്ചിൽ. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ വലിയ ഒരു വിഭാഗം ആളുകളോട് ചോദിച്ചാൽ അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹം ദൈവത്തോട് പ്രകടിപ്പിച്ചിട്ടുള്ളവരാ. മതി, ഇനി ജീവിക്കണ്ട എന്ന ആ ചിന്ത. ചിലരൊക്കെ അത്രത്തോളമൊക്കെ പ്രതിസന്ധിയിലൂടെ കഴിയുമ്പോഴാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ ചിലർക്ക് അത്ര വലിയ പ്രതിസന്ധിയൊന്നും വേണ്ടല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ മുമ്പിലും അവർ പറയുന്നത് മതി, ഇനി ജീവിക്കണ്ട എന്നൊക്കെയാണ്. ഒരു കാര്യം ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മതി എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് അല്ല, ഇനി മുന്നോട്ട് നിനക്ക് യാത്രയുണ്ട്. വാസ്തവത്തിൽ ദൈവിക പദ്ധതി തിരിച്ചറിയാത്തപ്പോഴാണ് നമ്മൾ ഈ മതി എന്ന പറച്ചിൽ തുടങ്ങുന്നത്. ഒരു ചൂരച്ചെടിയുടെ അടിയിൽ ചെന്നിരുന്ന് മതി യഹോവേ എന്ന് പറഞ്ഞപ്പോൾ അവനെ അവിടെ തീർക്കാനല്ല ദൈവം തീരുമാനിച്ചത്.
അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ആ വാക്കുകൾക്ക് ദൈവം സമ്മതം കൊടുക്കുകയല്ല ചെയ്തത്. ദൈവം തൻ്റെ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കൽ അയച്ചു. തൻ്റെ ക്ഷീണവും വിശപ്പും അകറ്റുവാൻ ചൂടുള്ള അടയും വെള്ളവും ദൂതൻ മുഖാന്തരം ദൈവം അവിടെ എത്തിച്ചു. എന്നാൽ രസകരമായ കാര്യം, അത് തിന്നു കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയെന്നാണ്. ഇതുകൊണ്ടായിരിക്കാം യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അർഹതയില്ലാത്ത സ്ഥാനത്തും അർഹിക്കപ്പെടാത്തതൊക്കെയും ദൈവം നമുക്ക് നൽകുമ്പോഴും അതിൻ്റെ വില തിരിച്ചറിയാതെ ദൈവം ഇത് നൽകിയത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് കാരണമായി തീരണമെന്ന് ചിന്തിക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്ന അലസതയുടെ മനോഭാവം നമ്മളിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു വിചിന്തനത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം. ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമതും ഏലിയാവിനെ തട്ടി ഉണർത്തി. എന്നിട്ട് പറയുന്നത്, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. നോക്കൂ പ്രിയരെ, നമ്മുടെ ഭാവി പദ്ധതികൾ തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മൾ നിരാശയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ ഒരിക്കൽ പോലും വെളിപ്പെടരുത്. നിരാശയുടെ വാക്കുകൾ പുറത്തു വരരുത്. അതിന് നമ്മൾ അനുവദിക്കരുത്. മറിച്ച് നിരാശ നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മുടെ ഭാവി പദ്ധതികൾ എന്തെന്ന് ദൈവത്തോട് ചോദിക്കുക, മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകും. ദൈവിക പദ്ധതി തിരിച്ചറിയുമ്പോൾ നമ്മുടെ നിരാശ ഓടിയകലും. അങ്ങനെ വീണ്ടും കൂടുതൽ ധൈര്യത്തോടെ ഉത്സാഹത്തോടെ ദൈവനാമത്തിന് വേണ്ടി ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ നേരിടുമ്പോൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്ന് ഭാവി പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ മുന്നേറുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.